സ്വന്തം അധികാര ഘടനയിലെ വിള്ളലുകൾ മറച്ചുവെക്കാൻ ഇനി പാകിസ്ഥാനെ കൊണ്ട് സാധിക്കില്ല. രാജ്യത്തിന്റെ ഭരണ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി പോയി എന്ന ഞെട്ടിക്കുന്ന പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി മൊഹസിൻ നഖ്വി നടത്തിയത് സമാനതകളില്ലാത്ത മറ്റൊരു സ്ഫോടനമാണ്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതി കണ്ടെത്തിയതായി അവകാശപ്പെടുന്ന നഖ്വി ജഡ്ജിമാർ മുതൽ രാഷ്ട്രീയക്കാർ വരെയുള്ള രാജ്യത്തിന്റെ സകല പ്രതിഷ്ഠകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് വ്യക്തമായ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും തുടർച്ചയായി ഉയർന്നു വരുന്ന ഇത്തരം പ്രസ്താവനകൾ പാകിസ്ഥാൻ മറ്റൊരു വലിയ അധികാര കൈമാറ്റത്തിലേക്കും രാഷ്ട്രീയ കൂപ്പുകുത്തലിലേക്കും നീങ്ങുകയാണ് എന്നതിന്റെ സ്പഷ്ടമായ തെളിവ് കൂടിയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ വിശ്വസ്തനായ നഖ്വി അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച സകലർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകണമെന്ന് അടിവരയിട്ട് പറയുന്നു. അതായത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ബാങ്കർമാരും ഒരുപോലെ പങ്കാളികളായ ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടില്ല. കഴിഞ്ഞ 21 വർഷമായി ഇവിടെ കൈക്കൂലി നൽകലും വാങ്ങലും തടസ്സമില്ലാതെ നടക്കുകയായിരുന്നുവെന്നും ഇതിന് ഉത്തരവാദികളായ ഓരോരുത്തരെയും തങ്ങൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ തകർന്നടിഞ്ഞത് മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ചിത്രം കൂടിയാണ്. നഖ്വിയുടെ ഈ അതിരൂക്ഷ വിമർശനം പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്വന്തം സൈന്യത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന നഖ്വി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സിവിലിയൻ സർക്കാരുമായി പരസ്യമായ പോരിലാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി പാകിസ്ഥാൻ ഭരണകൂടത്തിനുള്ളിൽ ഈ ആഭ്യന്തര ഭിന്നത തെരുവിൽ അടിയുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാധ്യമ വ്യവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ സ്ഥിരമായ ഒരു രീതിയിൽ നിന്നും പാകിസ്ഥാനിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരനായി മാറിയ നഖ്വിക്ക് എന്നും പ്രധാനമന്ത്രിയാകാനുള്ള കടുത്ത വിശപ്പും അഭിലാഷവും ഉണ്ടായിരുന്നു എന്നാണ് വിമർശനം. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ അവിഭാജ്യ പിന്തുണ നഖ്വിക്കുണ്ട്. എന്നാൽ മുനീറിന്റെ അടുത്ത ബന്ധു കൂടിയായ നഖ്വിയെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്കായി പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചതും ഈ സൈനിക സ്വാധീനം കൊണ്ടാണ്. ഷെരീഫ് സർക്കാരിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഇറാനു മുന്നിൽ ഒരു സിവിലിയൻ മുഖം അവതരിപ്പിക്കാൻ സൈന്യം നഖ്വിയെ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു. നിലവിൽ പാകിസ്ഥാനിൽ അനിയന്ത്രിതമായി സ്വേച്ഛാധിപത്യ അധികാരമാണ് സൈനിക മേധാവി അസീം മുനീർ അനുഭവിക്കുന്നത്. പ്രതിരോധ സേനയെ മാത്രമല്ല, പാകിസ്ഥാന്റെ വിദേശ നയത്തെയും സാമ്പത്തിക മേഖലയെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. നഖ്വിയെ മുന്നിൽ നിർത്തി കരുക്കൾ നീക്കുന്നതിലൂടെ ഷെരീഫ് സർക്കാരിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് മുനീർ ചെയ്യുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും പ്രക്ഷോഭങ്ങളും പ്രത്യാക്രമണങ്ങളും രൂക്ഷമാകുമ്പോൾ നഖ്വിയെ പോലെ ഒരു നിഴൽ രൂപത്തെ മുന്നിൽ നിർത്തി ഭരണം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം. എന്തായാലും പഴയ ഏകാധിപതി പർവേസ് മുഷറഫിനെ പോലെ ഭാവിയിൽ അസീം മുനീറിനെ പാകിസ്ഥാൻ പ്രസിഡന്റും പ്രതിരോധ സേനയുടെ പരമാധികാരവുമായി വാഴിക്കുക എന്ന ദൗത്യം നഖ്വിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച നടന്ന സാമ്പത്തിക ഉച്ചകോടിയിലും പാകിസ്ഥാന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സിസ്റ്റം തികഞ്ഞ പരാജയമാണ് എന്ന് നഖ്വി തുറന്നടിച്ചിരുന്നു. പ്രധാനമന്ത്രി ഷെരീഫിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമായിരുന്നു ഇത്. എന്തായാലും തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ പാകിസ്ഥാനിലെ നിലവിലുള്ള പ്രവശ്യകളെയും ഭരണ സംവിധാനങ്ങളെയും വെട്ടിമുറിക്കുമെന്നാണ് നഖ്വിയുടെ സൈന്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിലവിലുള്ള വലിയ പ്രവശ്യകളെ വിഭജിച്ച് പുതിയ ഭരണ യൂണിറ്റുകൾ ഉണ്ടാക്കണമെന്ന ആവശ്യം പാകിസ്ഥാൻ ഉന്നയിക്കുമ്പോൾ അതിനു പിന്നിൽ സൈന്യത്തിന്റെ തന്ത്രപരമായ അജണ്ടയാണ് നിലനിൽക്കുന്നത്. എന്നാൽ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ PML എന്നും PPE എന്നും ഇതിൽ കടുത്ത ആശങ്കയിലാണ്. പഞ്ചാബ് സിന്ധ് പ്രവേശികളിൽ നിന്നാണ് ഈ പാർട്ടികൾ രാഷ്ട്രീയ ശക്തി ലഭിക്കുന്നത്, അതായത് ഈ പാർട്ടികൾക്കുള്ള പിന്തുണ ലഭിക്കുന്നത്. അതിനാൽ പാകിസ്ഥാന്റെ പ്രവശ്യ അതിർത്തികളിൽ മാറ്റം വരുത്തുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് അവർ നല്ലോണം ഭയക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നഖ്വിക്കെതിരെ കടുത്ത വിമർശനവുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് തന്നെ രംഗത്തെത്തിയത്. 3 വർഷമായി എല്ലാ അധികാരങ്ങളും കൈയാളുന്ന നഖ്വി പ്രധാനമന്ത്രിയോട് പോലും ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലാത്ത ഒരു പവർ ഹൗസായി പ്രവർത്തിച്ചിട്ടും ഇപ്പോഴും പരാതി പറയുന്നത് വെറും കപടതയാണ് എന്നാണ് ആസിഫ് തുറന്നടിച്ചത്. മന്ത്രിസഭാ യോഗത്തിലോ പാർലമെന്റിലോ പങ്കെടുക്കാതെ എല്ലാ അധികാരങ്ങളും ആസ്വദിക്കുന്ന നഖ്വി ആദ്യം സ്വന്തം മന്ത്രാലയത്തിന് പ്രകടനം മോശമായ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിലും വിപ്ലവം കൊണ്ടുവരട്ടെ എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ പരിഹാസം. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും തമ്മിലടിക്കുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണാൻ കഴിയുന്നത്.
ജഡ്ജിമാർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ പരസ്യമായ അഴിമതി ആരോപണം ഉന്നയിച്ച് ഭീഷണിപ്പെടുത്തുന്നതോടെ പാകിസ്ഥാനിൽ വൻ അധികാര തകർച്ചയാണ് ഉറപ്പ്. എന്തായാലും ഈ സംഭവ വികാസങ്ങളിൽ നിന്നും അത്ഭുതപ്പെടാനില്ല എന്നാണ് യാഥാർത്ഥ്യം. ജനാധിപത്യം എന്നത് കേവലം ഒരു പ്രദർശന വസ്തു മാത്രമായ പാകിസ്ഥാനിൽ എന്നും യഥാർത്ഥ ഭരണാധികാരികൾ അവിടുത്തെ സൈന്യം തന്നെയാണ്. സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര അഴിമതിയും ഭീകരവാദവും കൊണ്ട് വറ്റിവരേണ്ട പാകിസ്ഥാൻ സ്വന്തം ഭരണാധികാരികളുടെയും സൈന്യത്തിന്റെയും ഈ അഹങ്കാരത്തിന് അധികാരമോഹത്തിലും പെട്ട് പൂർണ്ണമായും തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് ലോകമിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.